ഞാനിപ്പോൾ ഒരു സ്ഥലത്തായിരുന്നു. നമസ്കാരം, ഞാൻ നേരെ കുഞ്ഞോൻ്റെ. ഞാനിപ്പോൾ കാന്തല്ലൂരാണ്, ഒരു പ്രൈവറ്റ് പ്ലേസിലാണ്. അടിപൊളി സ്ഥലമാണ്, കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ റൂമിൻ്റെ ഉള്ളിലാണ്, ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം. ഇവർക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇതവിടെ ക്യാമ്പ് ഫയറൊക്കെ നടത്തിയിരുന്നല്ലോ. ഇത് തണുപ്പായിരുന്നു. കൃഷി എടുത്തു കേട്ടോ. അവിടെ ഇതല്ലേ സ്ട്രോബെറി അല്ലേ? സ്ട്രോബെറി ഓറഞ്ചോ? സ്ട്രോബെറി അതുള്ളൂ അല്ലേ? ആ അത് തന്നെ, സ്ട്രോബെറി പ്ലാന്റിങ് ഫെസ്റ്റിവൽ അല്ലേ? നടക്കാനുണ്ട്. ആ ഞാൻ കണ്ടായിരുന്നു ഷൂടുന്നത്. ഇതൊരു പ്രൈവറ്റ് പ്ലേസ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്കറിയാവുന്നൊരു ചേട്ടൻ്റെ പ്രൈവറ്റ് പ്ലേസ് ആണ്. പുള്ളി ഇത് കൃഷി നടത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. കൃഷി നടത്താനായിട്ട് പുള്ളിക്ക് ഒരു 10-12 ഏക്കറുണ്ട്. പുള്ളി അപ്പോൾ ഒരു വീട് മേടിച്ച് സെറ്റ് ചെയ്ത് ഇവിടെ വീട് മേടിച്ചതല്ല പണിത് 12 ഏക്കറിൽ ഇപ്പോൾ സ്ട്രോബെറി നട്ടേക്കും. അത് മുളച്ച് വന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ വണ്ടിയും കൂടെ വരില്ല, വണ്ടി അവിടെ ഇട്ടിട്ടാണ് വന്നത്. കാറ് ചിലപ്പോൾ താന്നവും അല്ലെങ്കിൽ ചിലപ്പോൾ അടി ഇടിക്കും. കാണിച്ചു തരാൻ പോകും. അപ്പോൾ ഞാൻ ആ ഫാം ഹൗസിലേക്ക് പോകണം അവരുടെ. ഇതെവിടെ കേട്ടോ, ജസ്റ്റ് പോയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല എന്താ കിട്ടും എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ അവിടെ എന്തായാലും അതിനുള്ള വർക്ക് നടക്കുവാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങോട്ടേക്ക് നടക്കുക കേട്ടോ. ഇവർ മണ്ണ് കറക്റ്റ് വെട്ടി സ്റ്റെപ്പ് പോലെ ആക്കി എടുത്തേക്കുക കണ്ടോ. സംഭവം അടിപൊളിയല്ലേ? നമ്മുടെ കടയിൽ അവിടെ നിന്ന് ഒരു ഒറ്റ മാന്തലായിരിക്കുള്ളൂ. വേണ്ട, അവിടെ ആ മെഷീൻ ആവശ്യമാണ് കൊണ്ട് ഇത് ഓടിക്കുന്നുണ്ട്. ഞാൻ നടക്കുന്നതിൻ്റെ നല്ല ഷേക്ക് ഉണ്ടാവും. ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ട് വെട്ടി വെച്ചേക്കുന്നുണ്ട് നടക്കാനായിട്ട്. ഓക്കെ ഇടഞ്ഞ് പൈപ്പൊക്കെ പോയിട്ടുണ്ടല്ലോ താഴേക്ക്. എന്തോ നട്ടിട്ടുണ്ട് സ്ട്രോബെറി. ഇതല്ലല്ലേ സ്ട്രോബെറി?
ഷീറ്റൊക്കെ ഇട്ടത് സ്ട്രോബെറി നട്ടേക്കുവാ. ഇതുണ്ടോ സംഭവം കളറല്ലേ? സ്ട്രോബെറി നട്ട് വെച്ചിട്ടുള്ളൂ, നട്ട് തുടങ്ങിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. മൂന്ന് മാസമായി ഈ ചേട്ടൻ ഇത് വഴി ഇട്ടിട്ട് കേട്ടോ. പുള്ളി ഇതിൻ്റെ ഓണറാണ്. ഇത് പാട്ടത്തിനെടുത്തേക്കാണ് പുള്ളി 4 വർഷത്തേക്ക്. അപ്പം ഇത് നല്ല കാടായിരുന്നു. പുള്ളി അത് വെട്ടിത്തളിച്ച് 3 മാസമായി ഇപ്പോൾ പുള്ളി എടുത്ത് വെട്ടിത്തെളിച്ച് റെഡിയാക്കിയിട്ട്. അപ്പോൾ എന്നാ പണിയുണ്ടെന്ന് നോക്കിയപ്പോൾ ഇത് പുള്ളിക്ക് ഒരു 6 ലക്ഷം 7 ലക്ഷം രൂപയുടെ അടുത്തായിട്ടുണ്ട് ഇതെല്ലാം ചെയ്യാനായിട്ട്. ഓൾറെഡി പാട്ടത്തിനെടുത്ത് അത് കഴിഞ്ഞിട്ട് വെട്ടിത്തെളിച്ച് റെഡിയാക്കിയതാണ്. ഇപ്പോൾ ആലോചിച്ച് എന്തോരം ചിലവുണ്ട്. പിന്നെ ഡെയിലി 25 പണിക്കാരുണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് കൂലി ഇതൊക്കെ കൊടുത്ത് 3 മാസം ഇട്ടുണ്ട് അവർ. അപ്പോൾ ആലോചിച്ച് നോക്കി. പിന്നെ അവർക്കുള്ള ഫുഡൊക്കെ കൊടുക്കണം. ഇപ്പോൾ എന്നാ പണിയാന്ന് നോക്കി. പിന്നെ മെഷീൻ വാടകയ്ക്ക് എടുത്തതിന് ഓരോരോ പണികൾ, പിന്നെ ഒരുപാട് പണികളൊക്കെ ഉണ്ട്. സ്പ്രിങ്ങർ വെച്ചിട്ടുണ്ട് വെള്ളം എൻ്റെ അടുത്ത് വരെ തെറിക്കുന്നുണ്ട്. ഇതൊക്കെ മൊത്തം ഇതാ സ്ട്രോബെറി വെച്ചേക്കും കേട്ടോ. ഇതേവരെ അവിടെ ഷീറ്റ് വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന് ഹോൾ ഇട്ടിട്ട് ഇതേപോലെ വെക്കും. സ്ട്രോബെറി പുറത്തേക്ക് കാണാവുന്ന രീതിയിൽ ചെടികൾ വെക്കും. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഓറഞ്ചുകളൊക്കെ വെച്ച് വരുന്നത്. ഈ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നത് അവിടെ പോകും. ചെറിയ ചെളിയുണ്ട്. ഷൂ ഒക്കെ ചുറ്റിയാവും. തുതിയൊന്നും മേടിച്ച ഷൂ ആയതുകൊണ്ട് നല്ലതാണ്, പക്ഷെ ചെളിയാണ്. നല്ല സൈലന്റ്, നല്ല തണുപ്പ്. വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ട് ഇവിടെ. തിളച്ചത് വലിച്ചു കണ്ടോ. ഇതൊരു ഉഴുതി മറിക്കുന്ന കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കയറിയേക്കുന്ന വേരുകളൊക്കെ പുള്ളി എടുത്ത് കളയുക. നിർത്തിയില്ലേ നല്ല പണി ഇട്ടിട്ട് ഇവർക്ക്. പഴയ മെഷീൻ കൊണ്ടാണെന്നുണ്ടെങ്കിലും അവരാ തിരിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ല തിരിച്ചു വലിക്കണം. കാരണം ആ സാധനം ശരിക്കും ആ മണ്ണിലേക്ക് ഇറങ്ങി പോകുമല്ലോ. അപ്പോൾ ഇങ്ങനെ അത് കറങ്ങുന്നതുകൊണ്ട് ഇങ്ങനെ പിടിച്ചായിരിക്കുമല്ലോ മണ്ണിൽ ഇറങ്ങിപ്പോകണം. അപ്പോൾ പിന്നെ അത് പിടിച്ച് ഇങ്ങനെ തിരിച്ച് കൊണ്ടുപോകണമെങ്കിൽ നല്ല പണിയാണ്. പക്ഷെ നേരെ പോകാനൊന്നും കുഴപ്പമില്ല, പക്ഷെ വളയ്ക്കാൻ നല്ല പണിയാണ്. പണ്ടത്തെ ലോറികളൊക്കെ പോലെയാണ്. ഉഴുതു മറിച്ചിടും. ഞങ്ങൾ താമസിച്ച സ്ഥലമാണ് കാണുന്നത്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണ്ടല്ലോ, മനുഷ്യരുടെ കൊതിയായിട്ടുള്ള. കാരണം വിശന്നേ ഒന്നും കഴിച്ചിട്ടില്ല ഇത്ര നേരമായിട്ടും. ഇപ്പം സമയം 10:50. അതൊക്കെ ഓരോരോ പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ്. അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്, പ്രൈവറ്റ് പ്രോപ്പർട്ടികളുണ്ട്. ഒരാളിത് ഇവിടെ മണുമണാന്ന് തിന്നുകൊണ്ടിരിക്കുക. കിട്ടിയിട്ട് വീടില്ലട്ടാ, വീരെ കുഴപ്പമൊന്നുമില്ല, താഴെ ഉണ്ടാവും. നല്ല പേരയ്ക്ക മരം കേട്ടോ, നല്ല ഫ്രഷ് പേരയ്ക്ക. അതെ, പഴുത്ത പേരയ്ക്കുണ്ട്. ഹെഡ്രം പറിച്ചില്ല ഇവിടുത്തെ അല്ലേ, പിന്നെ കുഴപ്പമില്ല. നെട് സാധനം
ചിക്കൻ മേടിക്കാൻ പോവാം, വെച്ചുണ്ടാക്കാം, കാറിലിരുന്ന് തിന്നാം, പേരയ്ക്കാം അല്ലേ, സംഭവം അടിപൊളിയായിരിക്കും. ചെറിയ പേരയ്ക്കാം കേട്ടോ, പക്ഷെ നല്ല അടിപൊളിയാണ്. പഴുത്ത് പോയി കുറേ, നല്ല പഴുത്തുണ്ടാവില്ല അല്ല. ഇതാണ് ഇവരുടെ ഗേറ്റ് കേട്ടോ. പ്രത്യേകിച്ച് ഞങ്ങൾ വന്നപ്പോൾ ലേറ്റ് ആയി, അവിടെ നിന്ന് 2 മണിക്ക് വന്നിട്ട് ഇവിടെ എത്തിയത് 9 മണിക്ക് എത്തിയത്. കണ്ടവിടെ നല്ല ചെള്ളയാണ്. എനിക്ക് വന്നതിനോട് വേറെ ജീപ്പ് പോകുന്നതുകൊണ്ടൊക്കെ വന്നിട്ട് കയറി ഇറങ്ങി ചെളിയായതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾ വന്നത് സ്വിഫ്റ്റാണ്. അപ്പോൾ ആ വണ്ടിക്ക് എന്തായാലും ഇങ്ങോട്ട് വരില്ല, കാരണം നേരത്തെ ചെറിയൊരു എന്താണ് വെള്ളം പോകാൻ അവർ വെട്ടിയിട്ടിട്ട് അതിക്കൊരു കാർ എടുത്തിട്ട് തന്നെ അടി വരഞ്ഞായിരുന്നു. അപ്പം ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വണ്ടിയുടെ പരിപ്പളത് തിരിച്ച് കൊണ്ടുപോകാൻ ചില വണ്ടി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല വണ്ടി അവിടെ ഇട്ടിട്ട് പോകുന്നു. അധികം ദൂരമൊന്നുമില്ല അവിടെ നിന്ന്, മാക്സിമം ഒരു 800-700 മീറ്റർ അത്ര ഉണ്ടാവും, അത്രയെല്ലാം തോന്നണം. ഇതൊക്കെ ഓരോരുത്തരുടെ പ്രൈവറ്റ് പ്ലേസ്. എന്ത് സായിപ്പിൻ്റെ സ്ഥലം കേട്ടോ ഇത്, സായിപ്പിൻ്റെ സ്ഥലം. ഇത് കാന്തല്ലൂർ ഉള്ളേരിയാണ് കേട്ടോ. അല്ല നല്ല തണുപ്പാണ്, തണുത്ത് മരവിച്ചിരിക്കുക. ഈ റോഡ് വഴിയാണ് നമ്മൾ പോകേണ്ടത്. നോക്കി ഇത് നെല്ലാണ് കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും വേറെ എന്തെങ്കിലും ആണെന്ന്. ഒന്നുമല്ല, നല്ല നെല്ല് വിത്ത് വെച്ചിട്ട് അതിങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളൂ കേട്ടോ. അതായത് നെല്ലാണ് ഈ കാണുന്നത്. നെല്ല് കാന്തല്ലൂരിലെ നെല്ലാണ്. അടി പറഞ്ഞില്ല. ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. തണുപ്പ് കുറഞ്ഞു, പക്ഷെ തണുപ്പുണ്ട്. എന്നാലും ഇതൊക്കെ ടോപ്പിലാണ് നിൽക്കുന്നത്. കാന്തല്ലൂരിൽ ടോപ്പ് സൈഡിൽ കുറച്ചുകൂടി ടോപ്പ് ഉണ്ട് കേട്ടോ, എന്നാലും അത്യാവശ്യം ടോപ്പിലാണ് നിൽക്കുന്നത്. നേരത്തെ വണ്ടി ഇട്ട സ്ഥലത്ത് നിന്ന് തന്നെയാണ് വണ്ടി കൊണ്ടിടണം കേട്ടോ. അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, അവിടെ കൊണ്ട് പാർക്ക് എന്നിട്ട് പോരും. അപ്പം നമ്മളിതേ അങ്ങോട്ട് നടന്നു പോകും. റോഡ് അത് വേറെ ഉള്ള സ്ഥലമാണ്. ഇത് ടാറിട്ട റോഡാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുത്ത് പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ചെയ്ത് നിങ്ങളെ ഈ സ്ഥലം ഒന്ന് കാണിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് എടുത്തത് മാത്രമാണ്. നല്ല അടിപൊളി സ്ഥലമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്, സൂപ്പറാണ് കേട്ടോ. സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് പ്രൈവറ്റ് ഏരിയ ആയതുകൊണ്ട് എനിക്ക് വരാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട്, നല്ല നല്ല റിസോർട്ടുകളുണ്ട്, നല്ല ഫാം ഹൗസുകളുണ്ട്, ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ അത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്തിട്ട് താമസിക്കും. ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച 29-ാം തീയതി ഞാൻ മൂന്നാർ വന്നോളൂ. പിന്നെ രണ്ടാമത് ഇന്ന് എത്രാം തീയതിയാണ്? ഇന്ന് 13-ാം തീയതിയാണ് അല്ലേ? 13-ാം തീയതി. അപ്പോൾ പിന്നെ രണ്ടാമത് വന്നു. പക്ഷേ ഞാൻ കാന്തല്ലൂരാണ് വന്നത്. ഏകദേശം ഞാൻ വന്നപ്പോൾ കാന്തല്ലൂർ വന്നില്ല, മൂന്നാർ വട്ടവടയാണ് പോയത്. ഈ പ്രാവശ്യം കാന്തല്ലൂർ വന്നു. ഇത് പ്രൈവറ്റ് പ്ലേസ് ആണ്, അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ സംഭവം എന്തായാലും കൊള്ളാം. നല്ല തണുപ്പായിരുന്നു രാത്രി. ഇങ്ങനെ തന്നെ കടന്നെന്ന് തന്നെ ഒരു പിടുത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മൂന്നാർ വന്നപ്പോൾ തണുപ്പുണ്ടായിരുന്നെങ്കിൽ രാത്രി അത്രയ്ക്ക് തണുപ്പുണ്ടായിരുന്നു, കാരണം ഉള്ളിലാണ് കിടന്നിരുന്നെങ്കിലും. പക്ഷെ ഇത് പുതച്ച് മൂടി ഞാൻ
ജാക്കറ്റൊക്കെ ഇട്ട് കിടന്നിട്ടും ഭയങ്കര തണുപ്പായിരുന്നു. എന്തായാലും അടിപൊളിയായി. പക്ഷേ ഈ ഒരു സ്ഥലത്ത്, അതായത് ഇതേ കാണിച്ചുതരാം, ഇതാണ് നമ്മുടെ ഗേറ്റ് കേട്ടോ. ഇത് നോക്കിയേ, ഇതൊക്കെ ഇത് നമ്മുടെ സ്ഥലമാണ് പോണത്. എന്നാലും ഞാനിവിടെ ഇവിടെ ക്യാമ്പ് ഫയർ വെച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്തമാനം പൊക്കത്തേക്ക് ഒരു ഉൽക്കയോ എന്താണ്ടൊക്കെ പോകുന്നു. ഇങ്ങനെ ഒരു 10-16 അടുപ്പിച്ച് ഇങ്ങനെയാണ് പോകുന്നത്. ഞങ്ങൾ വെച്ചാൽ ഞങ്ങളുടെ കണ്ണിൻ്റെ കുഴപ്പമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും നമ്മൾ ഇത്രയും ടോപ്പിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം അത് ഇത്ര അടുത്ത് നന്നായിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പം ഇത് കണ്ട നമ്മുടെ സ്ഥലം അവർ എന്താണ് സ്ട്രോബെറിക്ക് വേണ്ടി ചെയ്തേക്കുക. അപ്പോൾ ഇത് കൃഷി നടത്തുവാണ് അവർ. അപ്പോൾ സംഭവം ഇതേ അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ താമസിച്ച സ്ഥലം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടേജോ റിസോർട്ടോ ഒന്നുമല്ല. ഇത് സ്ഥലം എടുത്തിട്ട് ഇപ്പം ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് താമസിക്കാൻ വേണ്ട 2 റൂമും 1 അടുക്കളയും ഒരു ബാത്റൂമൊക്കെ അറ്റാച്ചിട്ടാണ്. അപ്പം അങ്ങനെ എടുത്തേക്കുന്നതാണ്, അല്ലാണ്ട് റിസോർട്ടോ അങ്ങനെ ഒന്നുമല്ല. അപ്പം ഞങ്ങളുടെ പ്രോപ്പർട്ടി, അത് എൻ്റെ ഇവിടെ എന്ന പുള്ളിയുടെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഞങ്ങൾ താമസിച്ചു മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇവർക്ക് ഇവിടെ താമസിക്കാനൊന്നും പറ്റുന്നില്ല. ഇവിടെ അത് പണിക്കാർ ചെയ്യാൻ വേണ്ടി ഇത് മെഷീനൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, പണിക്കാർ സാധനങ്ങളൊക്കെ ഇട്ട് ഒരു വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് അത് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങോട്ട് പോട്ടെ. വേണ്ട പുള്ളി ഇവിടുത്തെ മൊത്തം പേരൊക്കെ പറിച്ച് വേണ്ട സാധനം കിട്ടിയണ്ട. ഇത് കവറ് നിറച്ചിണ്ടേ. ഇപ്പം പേരയ്ക്ക 10-60 മേടിച്ച് വേണ്ട ജില്ലായിട്ട് എൻ്റെ ബാക്കിൽ കാണുന്ന ഇവിടത്തേക്കുള്ള വെള്ളം എടുക്കുന്ന ഒരു ചെറിയൊരു ഇതുപോലെ എന്താണ് കിണറല്ല, ഒരു എന്താ പറയുക, ഇവർക്ക് ഡെയിലി 20,000 ലിറ്റർ വെള്ളം വേണം. അപ്പോൾ ഇതൊരു ടാങ്ക് പോലെയാണ്. ഇത് നല്ല ടാങ്കായിരുന്നു ഇറങ്ങി കുളിക്കരുത്. പക്ഷേ ഇതിപ്പോൾ ഇതിനകത്ത് ഒരു ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി കുളിക്കാത്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കുളിച്ചിട്ടൊക്കെ പോകുള്ളൂ. അടിപൊളിയാണ്. ഇതിനകത്ത് ആഴുണ്ടോ ചാ? ആഴുണ്ട് ഇവിടെ ആഴുമില്ല. ഇവിടെ താഴെ മണ്ണ് കാണാം. ഇവിടെ ക്ലീൻ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അടിപൊളിയായിട്ട് ചാടി കുളിച്ച് സെറ്റപ്പ് ആക്കിയാണ്. പക്ഷേ ക്ലീൻ അല്ലാത്തതുകൊണ്ട് വെള്ളം കുറവാന്ന് തോന്നുന്നു അല്ലേ. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒരു കണക്ട് ചെയ്ത് വെക്കുക അല്ലേ, ഡയറക്റ്റ് പൈപ്പ്. അച്ഛനെന്തായാലും കാണിക്കണ്ട, ഇപ്പം തെറിക്കുന്നോ വെള്ളത്തിൽ പോകണ്ടിരുന്നാൽ മതി. ശുശായാൽ പിന്നെ എന്നുണ്ടെങ്കിൽ യശോദേ നിറച്ച് അടിക്കോട്ടെ വെച്ചാ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാം.